ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. കൃഷ്ണായനം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ആശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രുതിരൂപ ഗോപികകളുടെ കഥ. ഒരു ദിവസം പ്രഭാതത്തിൽ നാരദ മഹർഷി ഗർഗാചാര്യൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. സൂര്യൻ്റെ കതിരു പോലെ തിളങ്ങുന്ന നാരദ മഹർഷിയെ ഗർഗൻ ദർശിച്ചു. അവികലമായ ആനന്ദത്തോടെ ഗർഗൻ നാരദനെ സ്വീകരിച്ചിരുത്തി. ആചാര്യൻ പറഞ്ഞു, അനൗപമ്യനായ മഹർഷേ, അങ്ങയുടെ വരവ് മൂലം എൻ്റെ ഭവനം സാത്വിക പ്രഭാവത്താൽ പൂരിതമായിരിക്കുന്നു. ഇഹലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണിത്. നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നേക്കാൾ എത്രയോ ഭാഗ്യവാനാണ് അങ്ങ്. പ്രപഞ്ചേശ്വരനായ നാഥൻ്റെ തിരുവിലാസങ്ങൾ നിത്യവും കണ്ടു വസിക്കുന്നവനല്ലേ ഭഗവാൻ. അതാണല്ലോ ഏറ്റവും വലിയ സുഹൃതം. ഗർഗൻ പറഞ്ഞു, നാരദരെ, അങ്ങയുടെ സാത്വികി ഗീരുക്കൾ അർത്ഥവത്താണ്. എന്നാൽ ഭഗവാനെ ഒന്ന് ശാസിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. സ്ത്രൈണ പുരുഷ വ്യത്യാസമൊന്നും ഭഗവാനില്ല. എങ്കിലും ഇഹലോകത്തിൽ അത് വേണ്ടായോ? ഈയിടെ നടന്ന വസ്ത്രമോഷണം തന്നെ അതിനുദാഹരണം. നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മായാമയൻ്റെ ലീലകൾ നമ്മുടെ മനസ്സിൽ ഓരുന്നതിനും അപ്പുറമാണ്. ഗോപികമാരുമായുള്ള ഭഗവാന്റെ ബന്ധവും അങ്ങനെ തന്നെ. ഗോപികമാരുടെ കഥകൾ വ്യക്തമായി അറിഞ്ഞാൽ കണ്ണൻ്റെ കളികൾ വെറും ലീലകളല്ലെന്ന് നമുക്ക് മനസ്സിലാകും. മഹാന്മാരുടെ പല കർമ്മങ്ങളും അല്പബുദ്ധികൾക്ക് വികടത്തരമായിട്ടാണല്ലോ തോന്നുക. ആചാര്യൻ പറഞ്ഞു, മഹർഷേ, അടിയൻ്റെ ബുദ്ധിയെ പൂർണ്ണമാക്കണേ. എനിക്ക് ഗോപികമാരുടെ കഥകൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഗോപികമാരുടെ കഥ ഞാൻ പറയാം. നാരദൻ ആ കഥ പറയുവാൻ ആരംഭിച്ചു. മഹാവിഷ്ണുവിനോടൊത്ത് അവനിയിൽ ശൃംഗാരരസം ആസ്വദിക്കണമെന്ന് കരുതിയ ശ്രുതിരൂപരായ ഗോപികമാർ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും വൃന്ദാവനത്തിൽ വന്ന് ജനിച്ചു. അതികോമളനും രമ്യസുഭകനുമായ നന്ദ സോനുവിനെ കണ്ട് അവർ വളർന്നു. വിഷ്ണുവിനെ സ്വായത്തമാക്കുവാനും രതിലീലകളിൽ തളരാതിരിക്കുവാനും ഗോപികമാർ വൃന്ദാവനീശ്വരിയായ വൃന്ദയെ ശരണം പ്രാപിച്ചു. വൃന്ദ അക്ഷിക്ക് ലഭ്യമാകാത്തതിനാൽ അവർ വ്രതമെടുത്ത് ഭജിച്ചു. നാളുകൾക്ക് ശേഷം സൗവർണാംഗിയായ വൃന്ദ പ്രത്യക്ഷപ്പെട്ടു. സുന്ദരമായ തുളസിക്കതിരിൻ്റെ ഗന്ധം എങ്ങും പ്രസരിച്ചു. വൃന്ദ ഗോപികമാരെ അനുഗ്രഹിച്ചു. ഗോപികമാരെ, നിങ്ങളിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. രതിസുഖം പുരുഷന്മാരെക്കാൾ ഏറെയാണ് സ്ത്രീകൾക്കെന്നാണ് പ്രശസ്തി. ഭൗതിക ശരീരികളായി ജന്മമെടുത്ത നിങ്ങളെ വിഷ്ടഭേശ്വരൻ ധന്യനാക്കും. വൃന്ദാവനീശ്വരി ഗോപികമാരെ അനുഗ്രഹിച്ച് മറഞ്ഞു. കണ്ണൻ ഗോപികമാരുടെ ഭവനങ്ങളിൽ രാസലീലകൾക്കായി വന്നു തുടങ്ങി. ഭഗവാനെ അവർ ആനന്ദത്തോടെ സ്വീകരിച്ചു. കാലം കടന്നുപോയി. ഒരിക്കൽ ഭഗവാൻ രാസലീലയ്ക്ക് എത്തിയില്ല. സമയം കടന്നുപോയി. ഗോപികമാർ ഉത്കണ്ഠാകുലരായി. പരിഭ്രമചിത്തകളായി അവർ ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഏറെ സമയം കഴിഞ്ഞാണ് ഗോപാലൻ എത്തിയത്. ഗോപികമാർ ചോദിച്ചു, നാഥ, ഭക്തവത്സല, അങ്ങ് എന്താണ് എത്തുവാൻ ഇത്രയും താമസിച്ചത്? അനാഥകളെപ്പോലെ ഞങ്ങളെ വിലപിക്കുവാൻ വിട്ടിട്ട് അങ്ങ് ഇത്രയും ക്രൂരത കാണിക്കുന്നത് കഷ്ടമാണ്. ദേവാ, ഞങ്ങളുടെ സ്നേഹം പരമനിർമ്മലമാണെന്ന് അങ്ങ് ധരിക്കാത്തതെന്ത്? ഏത് നിമിഷവും ഈ ചാരുരൂപം ചിന്തയിൽ വിളങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭിലാഷം. ഗോപികമാരുടെ ഹൃദയസ്പർശിയായ പരിദേവനം കേട്ട് ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു, നിങ്ങളിൽ പ്രേമം കുറഞ്ഞു പോയതുകൊണ്ടല്ല ഞാൻ വൈകിപ്പോയത്. മനസ്സിൽ പ്രേമമുള്ളവന് ദൂരം ഒട്ടും തന്നെ പ്രശ്നമല്ല. സൂര്യൻ ആകാശത്താണെങ്കിലും താമര വികസിക്കുന്നില്ലേ?
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എൻ്റെ ഗുരുവും ശ്രേഷ്ഠനുമായ ദുർവാസാവു മഹർഷി ഭാണ്ഡീരവനത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിസേവിക്കുവാനാണ് ഞാൻ പോയത്. ജീവിതത്തിൽ ഒരുവന് പരമ ആദരണീയൻ ഗുരുവാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും ഗുരുവാണ് ശ്രേഷ്ഠൻ. ആരാണ് ഗുരു? അജ്ഞാനമാകുന്ന തമസ്സിനെ ജ്ഞാനപ്രകാശത്താൽ അകറ്റി കണ്ണു തുറപ്പിച്ച് സത്യം കാണിച്ചു തരുന്നവനാണ് ഗുരു. ഗുരുവിനെ നിന്ദിക്കരുത്, അപമാനിക്കരുത്. ഗുരുവിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും ഓർക്കരുത്, പറയരുത്. പറയുന്നത് കേട്ട് നിൽക്കുകയും അരുത്. അത്ര വിശിഷ്ടനാണ് യഥാർത്ഥ ഗുരു. അങ്ങനെയുള്ള ഗുരുവിനെ പൂജിച്ച് വസിച്ചതിനാൽ സമയം ഏറെ കഴിഞ്ഞുപോയി. കണ്ണൻ്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ കേട്ട് ഗോപികമാർ പറഞ്ഞു, ദേവാ, ഞങ്ങളുടെ അപരാധം പൊറുക്കണം. അങ്ങയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. സ്വാർത്ഥതയാണത്. ഞങ്ങളോട് ക്ഷമിക്കണം. പൂർണ്ണനായ അങ്ങയ്ക്കും ഗുരുവായ ദുർവാസാവു മഹർഷിയെ കാണുവാൻ ഞങ്ങൾക്കിച്ഛയുണ്ട്. അദ്ദേഹത്തെ പൂജിച്ച് ശുശ്രൂഷിക്കുവാൻ മോഹമുണ്ട്. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ കാളിന്തി നദി ഞങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു. എങ്ങനെ ഞങ്ങൾ നദി കടന്ന് അക്കരെ പോയി ഗുരുപൂജയിൽ തൽപരരാകും? ഗോപികമാരുടെ വാക്കുകൾ കേട്ട് കണ്ണൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഷണം അഭിനന്ദനീയം തന്നെ. ഗുരുപൂജ ചെയ്യുവാനുള്ള ആഗ്രഹം ജനിക്കുക എന്നത് നിസ്സാരമല്ല, സാത്വിക മനസ്സിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ അഭിലാഷം നിറവേറ്റാവുന്നതാണ്. ഞാൻ പറയുന്നത് പോലെ അനുഷ്ഠിച്ചാൽ മതി. കാളിന്തിയുടെ കരയിൽ ചെന്ന് ഇങ്ങനെ പറയുക, ശ്രീകൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണെന്നുള്ളത് സത്യമാണെങ്കിൽ കാളിന്ദജേ ഞങ്ങൾക്ക് വഴി തരിക. കാളിന്തി നിങ്ങൾക്ക് മാർഗം തരും. അനായാസം മറുകര ചെന്ന് പുണ്യശ്ലോകനായി വർത്തിക്കുന്ന മഹർഷിയെ കാണാം. സന്തോഷത്തോടെ ഗോപികമാർ ഗോരസവുമായി മഹർഷിയെ കാണുവാൻ പുറപ്പെട്ടു. അവർ യമുനയുടെ കരയിലെത്തി. സുന്ദരികളും സുശീലകളുമായ ഗോപികമാർ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ഹേ കാളിന്ദിജേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണെന്നുള്ളത് സത്യമാകയാൽ ഞങ്ങൾക്ക് അക്കരെ പോകുവാൻ മാർഗം തന്നാലും. വ്രജസുന്ദരികൾ ഉപായനങ്ങളും ചുമ്മി ഈ വാക്കുകൾ ചൊല്ലിത്തീരേണ്ട താമസം. ആകാശത്ത് നിന്നൊരു മിന്നൽ നദിമധ്യത്തിൽ താണിറങ്ങി. നദി 2 വശത്തേക്കും മാറി. പുണ്യനദി സുന്ദരിമാർക്ക് മാർഗം നൽകി. ഗോപികമാർ ഭാണ്ഡീരവനത്തിലെത്തി. അവിടെ ഒരു കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിരുന്ന ദുർവാസാവിനെ കണ്ട് വ്രജവധുക്കൾ കുമ്പിട്ട് വണങ്ങി. തങ്ങൾ കൊണ്ടുവന്ന പാലും പഴവും വെണ്ണയും പലഹാരങ്ങളും മഹർഷിയുടെ പാദത്തിൽ അർപ്പിച്ചു. എനിക്കാദ്യം മഹർഷിയെ സൽക്കരിക്കണം എന്ന് തമ്മിൽ മത്സരിച്ച് ഓരോ വ്രജകുമാരിയും തിക്കിത്തിരക്കി. ശ്രീകൃഷ്ണ പ്രേയസികളുടെ ഭക്തിഭാവം കണ്ടറിഞ്ഞ ദുർവാസാവ് മഹർഷി എല്ലാവരുടെയും ഭക്ഷണപദാർത്ഥം ഒന്നുപോലെ സ്വീകരിക്കുവാൻ വദനം ഗുഹ പോലെ തുറന്നു വെച്ചു. ഗോരസവും പലഹാരവും ഒറ്റയടിക്ക് ഋഷിപുങ്കവൻ വദനത്തിൽ സ്വീകരിച്ചു. അതിശയകരവും മറ്റുള്ളവർക്ക് ദുർവാരവുമായ ദുർവാസാവിൻ്റെ ഭക്ഷണരീതി കണ്ട് ഗോപികമാർ അത്ഭുതപ്പെട്ടു. അവർ ഭയത്തോടും വിസ്മയത്തോടും ഋഷി ശ്രേഷ്ഠനെ നമസ്കരിച്ചു. പിന്തിരിയുവാൻ ഭാവിച്ചപ്പോഴാണ് ഒരു കാര്യം അവരുടെ ഓർമ്മയിൽ തങ്ങിയത്. തിരിച്ചു പോകണം, കാളിന്തി കടക്കുകയും വേണം. ഇങ്ങോട്ട് വരുന്നതിന് കണ്ണൻ സഹായിച്ചു. പക്ഷേ അങ്ങോട്ട് പോകുവാൻ എന്തു ചെയ്യും? ദുർവാസാവ് കനിഞ്ഞെങ്കിൽ മാത്രമേ തിരികെ പോകുവാനാവുകയുള്ളൂ. ഈ ചിന്തകളോടെ ഗോപനാംഗകൾ പറഞ്ഞു, മഹാഗുരു, ഞങ്ങൾക്ക് മടങ്ങുവാനുള്ള സമ്മതം തന്നാലും മാർഗത്തിലുള്ള കാളിന്തി കടക്കുവാനുള്ള ഉപായം കൂടി അങ്ങ് ഉപദേശിച്ചു തരണം. ഇങ്ങോട്ട് വരുവാനുള്ള വഴി കണ്ണൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. വ്രജവധുക്കളുടെ വാക്യം കേട്ട് ദുർവാസാവ് അല്പനേരം ധ്യാനനിരതനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പുണ്യവതികളായ ഗോപകുമാരിമാരെ, യമുന കടന്ന് സുഖകരമായി പോകുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് കടക്കുമ്പോൾ ഉര ചെയ്തതുപോലെ ഒരു വാക്യം യമുനാ തീരത്ത് ചെന്ന് നിന്ന് പറയുക. അന്നവും ജലവും ഉപേക്ഷിച്ച് കറുകച്ചാറ് മാത്രം ഭക്ഷണമാക്കി ദുർവാസാവ് ഭൂമിയിൽ വ്രതമെടുത്തിരിക്കുന്നു.
ഇത് സത്യമായതിനാൽ വഴി തരിക. മഹർഷി തുടർന്നു, നിങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം പറയുമ്പോൾ യമുന മാർഗം തരും. ഗോപികമാർ യമുനാ തീരത്തെത്തി. മഹർഷി പറഞ്ഞ വാക്യം 3 പ്രാവശ്യം ഉച്ചരിച്ചു. അത്ഭുതം തന്നെ, യമുന ഇരുവശത്തേക്കും ഒഴിഞ്ഞു മാറി. ഗോപികമാർ ഇടയിലൂടെ നടന്ന് കണ്ണൻ്റെ സമീപമെത്തി. വ്രജസുന്ദരിമാർ കണ്ണനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കണ്ണാ, ദുർവാസാവു മഹർഷിയുടെ അപൂർവ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു. ഭാഗ്യമാണത്. പക്ഷേ ഒരു സംശയം ഞങ്ങൾക്ക് ബാക്കി നിൽക്കുന്നു. നദിയിൽ മാർഗം ലഭിക്കുവാനായി ഞങ്ങൾ ഉച്ചരിച്ച അങ്ങയുടെ വാക്യവും മഹർഷിയുടെ വാക്യവും ഒരുപോലെ അസത്യങ്ങളാണ്. ഗുരുവും ശിഷ്യനും ഒരുപോലെ കളവു പറയുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ ഗോപികാ രമണികളുടെ കമിതാവായ അങ്ങ് എങ്ങനെ ബ്രഹ്മചാരിയാവും? അതുപോലെ ഞങ്ങൾ കൊണ്ടുചെന്ന 56 കൂട്ടം കറികളും കണക്കിന് ഭക്ഷിച്ച മഹർഷി പറയുന്നു, താൻ ദുർവാതളസ്ഥമായ ജലം മാത്രം പാനം ചെയ്ത് ജീവസന്ധാരണം ചെയ്യുന്നുവെന്ന്. പ്രത്യക്ഷത്തിൽ തന്നെ ഇത് അസത്യമാണ്. പക്ഷേ സത്യമായതിനാൽ കാളിന്തി ഞങ്ങൾക്ക് മാർഗം തന്നു. പ്രിയം നിറഞ്ഞ കേശവ, ഇതിൽ ഏതാണ് സത്യം, ഏതാണ് അസത്യം? ഞങ്ങളുടെ സംശയം നിവാരണം ചെയ്യുക. ഗോപികമാരുടെ വാക്കുകൾ കേട്ട് കണ്ണൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, പ്രിയ വല്ലഭമാരെ, കേൾക്കുക. ഞാൻ മമതാരഹിതനാണ്, നിരഹങ്കാരിയും സർവസമനും സർവങ്കനും സർവപരനും നിർഗുണനുമാണ്. ഭക്തൻ എന്നെ എങ്ങനെയാണോ ഭജിക്കുന്നത് അവന് ഞാൻ അപ്രകാരം തന്നെയാകും. സജ്ജനങ്ങൾക്കും ജ്ഞാനികൾക്കും അതുപോലെ തന്നെ. കർമ്മസംഘം കൊണ്ട് അജ്ഞാനികളായ ജനങ്ങളിൽ ആലസ്യമുണ്ടാക്കരുത്. അവരെ കർമ്മോന്മുഖരാക്കണം. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്ത് കാണിക്കണം. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നവൻ വറുത്ത വിത്ത് പോലെയാണ്. അവനെ പണ്ഡിതനെന്ന് അറിവുള്ളവർ വിളിക്കുന്നു. ആഗ്രഹം ഇല്ലാതെ ആത്മാരാമനായി ശരീരം ത്യജിക്കുന്നവൻ ജ്ഞാനിയാണ്. കർമ്മം ചെയ്യുന്നവനെയും ജ്ഞാനി എന്നു തന്നെ പറയാം. ജ്ഞാനത്തിനു തുല്യം പവിത്രമായി ഒന്നും തന്നെയില്ല. ജ്ഞാനി അങ്ങനെ ലോകസംഗ്രഹവും തദ്വരാ മോക്ഷവും സമ്പാദിക്കുന്നു. സംഘരഹിതനായി ബ്രഹ്മാർപ്പണമായി കർമ്മം ചെയ്യുന്നവനെ അതിൻ്റെ പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല. താമരയിലയിലെ നീർത്തുള്ളി പോലെയാണത്. അങ്ങനെ ഞാൻ ഒന്നിലും ലേപനല്ല, ഒന്നും എനിക്ക് ലേപവുമല്ല. ഞാൻ ബ്രഹ്മചാരി തന്നെയാണ്. കാമചാരിത്വം എന്നിൽ ലേശുന്നില്ല. ദുർവാസാവ് ദുർവാജലത്തുള്ളി തന്നെയാണ് ഭക്ഷിക്കുന്നത്. നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഭക്ഷണം വദനഗഹ്വരത്തിലാക്കിയെന്നേ ഉള്ളൂ. ഭഗവാന്റെ വചോവിലാസത്തിൽ ഗോപികമാരുടെ സന്ദേഹം നീങ്ങി. അവർ കണ്ണനുമൊത്ത് ലീലകളാടി വസിച്ചു. അടുത്ത ഭാഗം ഋഷിരൂപ ഗോപികമാരുടെ കഥ. നാരദൻ കഥ തുടർന്നു. ഗോകുലത്തിൽ അനേകം വർഗത്തിലുള്ള ഗോപികമാർ ഉണ്ട്. അവരെല്ലാം പ്രഥമദൃഷ്ട്യാ വ്രജസുന്ദരിമാരാണെങ്കിലും അവരുടെ പിന്നിൽ വിവിധ തരം ജന്മകഥകൾ ഉണ്ട്. ഇനി ഋഷിരൂപികളായ ഗോപികമാരുടെ കഥ കേൾക്കുക. പറയാം. വംഗദേശത്ത് മംഗളൻ എന്ന നാമധാരിയായ ഒരു ഗോപനുണ്ടായിരുന്നു. ധനവാൻ, പണ്ഡിതൻ, ശ്രേഷ്ഠൻ, ദാനശീലൻ, 9 ലക്ഷം ഗോക്കളുടെ അധിപൻ. ദധിമദനോത്സവ സംഗീതം നിത്യം ശ്രവിച്ച് ഉണരുന്നവൻ. ചാരുരൂപൻ, നാമം പോലെ അവന് സ്വഭാവവും ആയിരുന്നു. ഭാര്യമാരുടെ കാര്യത്തിലും സമ്പന്നനായിരുന്നു മംഗളൻ. 5000 ഭാര്യമാരാണ് ഗോപനുണ്ടായിരുന്നത്. സുന്ദരികളും സുശീലകളും പതിവ്രതകളുമായിരുന്നു പത്നിമാർ. ഭർത്താവിൻ്റെ ഇംഗിതം തെറ്റാതെ കർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയിരുന്നില്ല. കൊഴിഞ്ഞു വീഴുന്ന നിമിഷങ്ങളുടെ ചക്രങ്ങളിൽ കാലം മുന്നോട്ടു നീങ്ങി. വിധിയുടെ ക്രൂരത മംഗളൻ്റെ ശിരസിൽ വല്ലാത്ത പ്രഹരം കൊടുത്തു. കഠിനമായ ഏതോ രോഗം വന്ന് ഏറെ പശുക്കൾ ചത്തു. ബാക്കിയായവയെ കള്ളന്മാർ കൊണ്ടുപോയി. നിത്യവൃത്തിക്ക് പോലും ദുഗ്ധം ലഭിക്കാതെയായി. അക്കാലത്ത് തന്നെ മംഗളൻ്റെ സമ്പത്ത് മുഴുവൻ
രാജാവ് പിടിച്ചെടുത്തു. നിശ്ശേഷം തകർന്ന മനസ്സുമായി മംഗളൻ വസിച്ചു. അക്കാലത്ത് മംഗളൻ്റെ ഭാര്യമാരെല്ലാം ഗർഭം ധരിച്ചു. ദണ്ഡകാരണ്യവാസികളായ മഹർഷിമാർ ശ്രീരാമൻ്റെ വരപ്രസാദത്താൽ കന്യകമാരായി മംഗളൻ്റെ ഭാര്യമാരിൽ വർത്തിച്ചു. അവർ യഥാകാലം പ്രസവിച്ചു. എല്ലാം പെൺകുട്ടികൾ. ഈ കന്യകാ സമൂഹത്തെ കണ്ട് മംഗളൻ ദുഃഖപീഡിതനായി തീർന്നു. ധനവും വിഭവങ്ങളുമില്ലാത്ത ഞാൻ ഈ കന്യകമാരെ എങ്ങനെ വിവാഹിതരാക്കും? ഈ ചിന്തയാണ് മംഗളനെ അലട്ടിയത്. അവരുടെ ഭക്ഷണത്തിനു കൂടി വഴി കാണുന്നില്ല. പിന്നെ വിവാഹത്തിൻ്റെ കഥ ഊഹിക്കാവുന്നതേയുള്ളൂ. പെൺകുട്ടികൾ മത്സരിച്ച് വളരുക തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളായ ആ പെൺകുട്ടികൾ നോക്കി നിൽക്കെ തന്നെ കൗമാരാംഗികളായി. കവിളുകൾ ചുവന്നും മാറിടം നിറഞ്ഞും നിതംബം കനത്തും സ്വരം മാറിയും ആ സുന്ദരിമാർ അനുഭവയോഗ്യകളായി. ദീനനായ പിതാവിന് അവരുടെ രൂപമൊത്ത യൗവനം അഗ്നിയായി അനുഭവപ്പെട്ടു. ഈ സുന്ദരിമാരെ അനുരൂപരായ വരന്മാരുടെ കരങ്ങളിൽ അർപ്പിക്കുവാൻ ആവാതെ താൻ കുഴങ്ങുമെന്നോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് മംഗളൻ വസിച്ചു. വികാരത്തിൻ്റെ തീക്ഷ്ണത അവരിൽ സമ്പുഷ്ടമായിരിക്കുന്നത് മംഗളന് മനസ്സിലായി. യൗവനമെത്തിയാൽ കന്യകയെ വരന് നൽകാത്ത പിതാവ് കൃതജ്ഞനാണ്. താനും അത്തരക്കാരനായല്ലോ എന്നോർത്ത് മംഗളൻ്റെ ഹൃദയം പൊടിഞ്ഞു. കണ്ണുകളിൽ കഥനം നീർത്തുള്ളികളായി നിഴലിട്ടു. തൻ്റെ വേദന ആരോട് പറയുവാൻ? വളരെ നാളത്തെ ചിന്തകൾക്കു ശേഷം മംഗളൻ ഒന്നുറച്ചു. ഇവരെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ധനികനും ബലവാനുമായ ഒരു രാജാവിന് ഇവരെ നൽകാം. കന്യകമാരെ ദാനമായി ലഭിച്ചാൽ രാജാക്കന്മാർ സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായി അവർക്ക് കഴിയാം. അവരിലുണ്ടാകുന്ന സന്താനത്തിന് രാജപദവി ലഭിക്കുകയില്ല. അത് വേണ്ടെന്ന് കരുതാം. എങ്കിലും ഇവരുടെ കാമപൂരണം സാധ്യമാകുമല്ലോ. ഇത്തരം ചിന്തകളോടെ കഴിയുന്ന മംഗളൻ കന്യകമാരെ ദാനമായി സ്വീകരിക്കുന്ന ഒരു രാജാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അക്കാലത്ത് ഒരു ദിവസം മംഗളനൊരു അതിഥി വന്നു ചേർന്നു. സമ്പത്ത് നശിച്ചതിന് ശേഷം തൻ്റെ ഭവനത്തിൽ ആരും വരുകയില്ലായിരുന്നു. പണ്ട് 3 നേരവും തൻ്റെ ഊട്ടുപുര തുറന്നിരിക്കും. വരുന്നവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം നൽകുമായിരുന്നു. ദാഹിച്ചു വരുന്നവന് കാച്ചിക്കുറുക്കി മധുരം ചേർത്ത പാൽ നൽകുമായിരുന്നു. അതെല്ലാം മറഞ്ഞുപോയ സ്വപ്നമാണ്. ഇന്ന് താനാണ് അങ്ങനെ ചെയ്തിരുന്നതെന്ന് പറയുവാൻ പോലും ആകാത്ത തരത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് പുലരുന്നത്. എങ്കിലും നാളുകൾക്കു ശേഷം ഒരതിഥി വന്നപ്പോൾ വേനലിൽ ലഭിക്കുന്ന മഴയെപ്പോലെ ഒരാശ്വാസം. അദ്ദേഹത്തെ ഉള്ളതുപോലെ ആചരിച്ച് സ്വീകരിച്ചു. അതിഥിയുടെ പേര് ജയൻ എന്നായിരുന്നു. വൃദ്ധനായില്ലെങ്കിലും ശരീരം അതിലേക്കുള്ള പ്രയാണം അവിഘ്നം നടത്തുകയാണ്. പക്ഷേ ബുദ്ധിക്കോ ചിന്തയ്ക്കോ കോട്ടമില്ലാത്ത ജയൻ മംഗളനോട് വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. കന്യകമാരെ യഥാസമയം യഥാർഹം പാണിഗ്രഹണം നടത്തി അയക്കാത്തതിൽ പരിതപിക്കുന്ന ഒരു പിതാവ് മംഗളനിൽ നിത്യദുഃഖിതനായി വസിക്കുന്നുവെന്ന് അതിഥി മനസ്സിലാക്കി. സൂക്ഷ്മഗ്രാഹകനായിരുന്നു ജയൻ. അദ്ദേഹം പറഞ്ഞു, മാന്യനായ ഗൃഹനാഥ, ദാരിദ്ര്യത്തിൻ്റെ മടിയിലും സന്തോഷത്തോടെ അങ്ങനെ സ്വീകരിച്ചു. ധാരാളം നൽകുന്നതിലല്ല, നൽകുവാനുള്ള മനസ്സിനാണ് പ്രാധാന്യം. അക്കാര്യത്തിൽ അങ്ങ് സമ്പന്നനാണ്. താങ്കളുടെ വേദന വാക്കുകളിൽ നിന്ന് ഞാൻ ഊഹിച്ചറിഞ്ഞു. അത് പരിഹരിക്കുവാൻ അങ്ങേക്കിഷ്ടവുമാവുമെങ്കിൽ ഞാനൊരു ഉപായം പറയാം. എൻ്റെ വർഗം ഗോപവംശമാണ്. ശ്രേഷ്ഠവും ഉത്തമവുമായ വംശമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ വംശനാഥൻ നന്ദനാണ്. അദ്ദേഹം ഈ പെൺകുട്ടികളുടെ സംരക്ഷണ ചുമതല ഏൽക്കും. നന്ദരാജൻ ഇവരെ അനുരൂപന്മാരായ പുരുഷന്മാരെ കൊണ്ട് പാണിഗ്രഹണം നടത്തിക്കും. കന്യകമാരെ സന്തതികളായി തന്നെ അദ്ദേഹത്തിന് നൽകുക. അതിഥിയുടെ വാക്കുകൾ അമൃതവാണികളായി മംഗളന് തോന്നി. അപ്പോൾ തന്നെ മംഗളൻ കന്യകമാരുമായി നന്ദനെ ചെന്നു കണ്ടു. വാർത്തകൾ അറിഞ്ഞ നന്ദൻ കന്യകമാരെ കുലത്തിൽ സ്വീകരിച്ചു. ഗോക്കളുടെ ചാണകം വരുകയായിരുന്നു അവരുടെ പ്രധാന കർമ്മം. നന്ദകുമാരനെ കണ്ട് അവർ കാമമാർന്നു. കായാമ്പൂവർണ്ണൻ കമലവിലോചനനായി അവരുടെ അകത്തളങ്ങളിൽ കുടിയിരുന്നു. മുല്ലപ്പൂവിൻ്റെ പുഞ്ചിരി തഞ്ചുന്ന കേശവൻ്റെ മുഖം
അടുത്തു കാണുമ്പോൾ കന്യകമാർ കുളിരണിയുകയായി. ഹൃത്തടം തുടിക്കുന്ന വ്രജസുന്ദരിമാർ പുളകാഞ്ചിതരായി. കണ്ണനെ മാറിലേറ്റാൻ വെമ്പുകയായി. ആർദ്രമായ കണ്ണൻ്റെ അധരം സ്വന്തം ഓഷ്ടപുടത്തിൽ അമർത്തുവാൻ കൊതിക്കുകയായി. നിലവിട്ടുയർന്നു തുടിക്കുന്ന സ്തനദ്വയങ്ങളെ സ്വകരം കൊണ്ടമർത്തി. ചുണ്ടുണക്കുന്ന കടുനിശ്വാസത്തിൽ അവർ കണ്ണൻ്റെ വർണ്ണാഞ്ചിത പരിലാളനത്തിന് കൊതിയാർന്നു നിൽക്കുകയായി. പക്ഷെ കണ്ണനോ സൗദാമിനിയുടെ ചാഞ്ചകം പോലെ അവരുടെ മുന്നിലൂടെ മിന്നിമറഞ്ഞ് പോവുക മാത്രമാണ് ചെയ്തത്. അവസാനം കന്യകമാർ ഒരു തീരുമാനമെടുത്തു. കണ്ണൻ തന്നെയാണ് തങ്ങളുടെ കാന്തൻ. കേശവനെ സ്വന്തമാക്കുവാൻ അവർ കാളിന്തി ദേവിയെ ഭജിച്ചു. ഒരു നാൾ കാളിന്തി പ്രസന്നയായി കുമാരിമാരെ അനുഗ്രഹിച്ചു. കാളിന്തിയുടെ അനുഗ്രഹം സ്വീകരിച്ച ഋഷിരൂപികളായ ഗോപികമാർ ഭഗവാന്റെ മുന്നിലെത്തി. അവർ അഭൗമരായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. മിന്നുന്ന വസ്ത്രങ്ങളണിഞ്ഞ ആ കദംബമോഹിനികൾ പൊൻകടമ്പിനുടെ പൂവണിഞ്ഞ കൊമ്പുപോലെ ശോഭിച്ചു. ആർദ്രാംഗികളായി അവർ കണ്ണൻ്റെ കരാങ്കുലി ലാളനത്തിന് കൊതിച്ചു. രതിചിത്രമായ ഫൂൽക്കാരത്തിന് ചെവിയോർത്തു. കൊന്നപ്പൂവുകൾ ഇതളകന്നു വിടർന്നു. മന്ദമാരുതൻ കിസലയത്തിന് ചാരുത നൽകി. ആനന്ദം ഉൾക്കൊണ്ട പൂവുകൾ രജനിയുടെ കുളിരിൽ മന്ദസമീരണൻ്റെ മാറിൽ ലയിച്ചു നിന്നു. കണ്ണൻ അവരുടെ കാമിതം പൂർത്തിയാക്കി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.